ചിന്തകൾ സ്വതന്ത്രമാക്കുക. അതായത് ഒരാൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത്, വേറൊരാൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത്, പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾ നോക്കാതെ ഇരിക്കുക. അവനവൻ്റെ മനസ്സിൽ ഇൻഡിവിജ്വാലിറ്റി എന്നൊരു കാര്യമുണ്ട്. അതിനനുസരിച്ച് മാത്രം പ്രവർത്തിക്കുക. നമ്മുടെ മനസാക്ഷി ദൈവവുമായിട്ട് കണക്റ്റഡ് ആണല്ലോ. അപ്പോൾ നമ്മുടെ മനസ്സിലെ ചിന്തകളും, അതായത് ഏത്തിസ്റ്റ് ആണെങ്കിൽ പ്രപഞ്ചവുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാവും എന്തായാലും ആ കൾട്ടിന്. അല്ലെങ്കിൽ ദൈവവുമായിട്ട് നമ്മുടെ മനസ്സ് കണക്റ്റഡ് ആണ്. അപ്പോൾ ആ മനസാക്ഷി നമ്മൾ വിചാരിക്കുന്നതെല്ലാം അവിടെ എത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ ചീത്ത ചിന്തകൾ വരാതിരിക്കുക. വളരെ വിവേകപൂർവ്വം ചിന്തിക്കുക, വിവേകപൂർവ്വം നമ്മൾ പരിശ്രമിക്കുക. അല്ലെങ്കിൽ നമ്മുടെ ജീവിതം പാഴായിപ്പോകും. വികാരങ്ങൾക്ക് ഒരിക്കലും അടിമയാകരുത്. വികാരങ്ങളെ ഉത്തേജിപ്പിക്കുന്ന സാധനങ്ങൾ, അത് ഡ്രഗ്സ് ആയാലും ആൽക്കഹോളായാലും സെക്സ് ആയാലും അബ്നോർമൽ ഇല്ലീഗൽ സെക്സ് ആയാലും അത് മാറ്റിവെക്കുക. കഴിയുന്നതും സ്ത്രീകളോട് കുറച്ചൊക്കെ ഒരു സഹജീവിയോടെന്ന പോലെ പെരുമാറുക. അവരുടെ ഫേസ്ബുക്കിലൂടെയൊക്കെ ന്യൂഡിറ്റി കാണിക്കുന്നതൊക്കെ വൃത്തികേടാണ്. അതൊക്കെ നിർത്തിവെക്കുക. പിന്നെ അവനവൻ പ്രവർത്തിച്ചാലേ, ശ്രമിച്ചാലേ ജീവിക്കാൻ പറ്റൂ. അതുകൊണ്ട് നമ്മൾ പരിശ്രമിക്കുക. നമ്മുടെ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും പരിശ്രമിക്കുക. എങ്കിൽ നമുക്കും നമ്മുടെ കുടുംബത്തിനും അതിജീവനത്തിനുള്ള വക ഉണ്ടാവുകയുള്ളൂ. നാളെ എന്നത് ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോഴെന്താവുമെന്ന് അറിയില്ല. ഉറുമ്പിനെ കണ്ടുപഠിക്കൂ. അതിന് പറ്റുന്ന സമയത്ത് അത് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നു അല്ലേ? അത് കഴിഞ്ഞ് അതിന് ആ വരൾച്ച കാലം വരുമ്പോൾ അതിന് ആഹാരം കിട്ടുന്നു. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും. ഉറുമ്പിനെയും തേനീച്ചയും പോലെ ആവട്ടെ. അല്ലാതെ കടന്നലിനെ പോയി കുത്തുന്നതാവരുത്. കടന്നൽ കുത്തുകൾ അസഹനീയമാണ്, മറ്റുള്ളവരെ നോവിക്കുന്നതാണ്. അത് ചെയ്യരുത്. കഴിയുന്നതും മറ്റുള്ളവർക്ക് ഹാം ചെയ്യാതെ സ്വന്തം മനസാക്ഷിക്കനുസരിച്ച് നല്ലതായിട്ട് ജീവിക്കാൻ പഠിക്കുക. സമൂഹത്തിന് നന്മ ചെയ്യുക. എല്ലാ ജാതീയരെയും എല്ലാ മതക്കാരെയും സ്വന്തം രക്തത്തിൽ പിറന്ന സഹോദരങ്ങളായി കണ്ട് അവരോട് അതുപോലെ സ്നേഹത്തോടെ പെരുമാറുക. ഓക്കെ.